എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ആലു മട്ടർ ഗ്രേവിയാണ്. നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഗ്രേവിയാണ്. റൊട്ടി വെറൈറ്റി റൈസിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഉണ്ടാക്കാൻ വളരെയധികം എളുപ്പമാട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ സ്റ്റൗ ടോപ്പിൽ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട ശേഷം 200 ഗ്രാം ഉരുളക്കിഴങ്ങ് ക്യൂബ്സായിട്ട് മുറിച്ചതും 100 ഗ്രാം ഫ്രഷ് ആയിട്ടുള്ള പട്ടാണി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രോസൺ പട്ടാണി എടുക്കാം കേട്ടോ. അതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞു. ഞാനിനി ഇത് തുറന്ന് നോക്കി ഉരുളക്കിഴങ്ങ് വെന്തോ ഇല്ലയോ നോക്കാം. അപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമെല്ലാം മാറ്റി ഉരുളക്കിഴങ്ങും പട്ടാണിയും മാത്രമായിട്ട് സ്ട്രെയിൻ ചെയ്ത് വയ്ക്കുക. ഈ വെള്ളം നമുക്ക് വേണമെങ്കിൽ ഗ്രേവിക്ക് ഉപയോഗിക്കാം കേട്ടോ. അതിന് ശേഷം അതേ പാൻ വെച്ചിട്ട് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർക്കുകയാണ്. അതിന് ശേഷം 1 ടീസ്പൂൺ ജീരകം, 2 സവാള പൊടിയായി അരിഞ്ഞതും 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ എടുത്തത് 2 വലിയ സവാളയായിരുന്നു. നിങ്ങളുടെ കയ്യിൽ ചെറിയ സവാളയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഒരു 3-4 എടുക്കേണ്ടി വരും കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിക്കണ സമയത്തും ചേർത്തിട്ടുണ്ടെന്ന് ഓർമ്മ വേണം. അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ചപ്പാത്തിക്കൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല നല്ല ഗ്രേവീസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കാണണേ. ഇനി ഇതിലേക്ക് 3 തക്കാളി മിക്സിയിലൊന്ന് അടിച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കുകയാണ്. അതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഇതിലെ എണ്ണ തെളിയണ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഈ തക്കാളിയുടെയും മസാലയുടെയൊക്കെ പച്ചവാസന പോയിട്ട് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഇനി കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ എണ്ണയെല്ലാം തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വെള്ളത്തിൻ്റെ അളവ് നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം ഇതിലും കുറച്ചോളൂ. ഇതിലും കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച ഉരുളക്കിഴങ്ങുന്ന് ഒരു 2-3 കഷ്ണം മാറ്റിയെടുത്തിട്ട് നന്നായിട്ട് മാഷ് ചെയ്ത് ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ നല്ല ഒരു കൊഴുപ്പ് കിട്ടും നമുക്ക് ഈ ഒരു ഗ്രേവിയിൽ. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും പട്ടാണിയും ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഗ്രേവിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ഉണ്ടാക്കാനായിട്ട്. ചിലവർക്ക് നല്ല കട്ടിയായിട്ടുള്ള കറിയായിരിക്കും ഇഷ്ടം, ചിലവർക്ക് കുറച്ച് ലൂസായിട്ടുള്ള കറിയായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. അതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ വീണ്ടും എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, വേണ്ടവർ മാത്രം ചേർത്താൽ മതി. പിന്നെ പൊടിയായി അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പറായിട്ടുള്ള ആലു മട്ടർ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി അതുപോലെ തന്നെ വെറൈറ്റി റൈസിനൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു കറി. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ഗ്രേവി ഉണ്ടാക്കിയത് എൻ്റെ അമ്മ ഉണ്ടാക്കാറുള്ള സ്പെഷ്യലായിട്ടുള്ള ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഈ ഗീ റൈസിൻ്റെ റെസിപ്പി ഓൾറെഡി കുറേ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗീ റൈസാണ്. അപ്പോൾ നമ്മുടെ ഈ ആലു മട്ടർ ഗ്രേവി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.